ഞാൻ കണ്ടുപിടിച്ച പുതിയ റെസിപ്പിയാണ് ബോയിൽഡ് കോക്കനട്ട് വാട്ടർ വിത്ത് പിരിയൻ മുളക്. വൈ ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക് ദിസ്? എൻ്റെ അമ്മയുടെ ചട്നി ഇങ്ങനെയല്ലല്ലോ. സംതിങ്സ് റോങ്. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇന്നലെ വീട്ടിൽ നിന്ന് അയച്ച സാമ്പാർ. താങ്ക് ഗോഡ്. പണ്ടാരി ദോശ ഉണ്ടാക്കണമല്ലോ. ദോശമാവ് തന്നെ എനിക്ക് ഒരു ടേസ്റ്റിലാട്ടോ. Oh shit! Oh! കുക്കിംഗ് എക്സ്പെരിമെന്റ് വീണ്ടും ഫ്ലോപ്പായി. Hello everyone, welcome back to my cooking experiments. അങ്ങനെ എൻ്റെ 2 week ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ എത്തി. ആൻഡ് വീട്ടിൽ എത്തിയപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. സോ നമ്മൾ വേറൊരു സ്ഥലത്ത് വളരെ ക്ലീൻ ആയിട്ട് വളരെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ആൾക്കാരുണ്ടല്ലോ. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇതൊന്നും നടക്കത്തില്ല. സോ ഇന്നലെ രാത്രി ഓൾറെഡി ഞാൻ കുറച്ചൊന്ന് ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ സമയം തെറ്റി കഴിച്ചു. ഒരു 7 മണി 7:30 ഡിന്നർ കഴിക്കേണ്ടതാണ്, നടന്നില്ല. ഞാൻ രാത്രി ഒരു 11:30-12 മണിക്ക് കുറെ ഫ്രൂട്ട്സ് കഴിച്ചു. നല്ല കുട്ടി. എനിവേ, തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്രേവിങ് എന്തായിരുന്നു എന്ന് അറിയാമോ? The biggest craving that I had was എൻ്റെ അമ്മ ഉണ്ടാക്കണ ദോശ ആൻഡ് ചട്നി. ആൻഡ് അത് ഞാൻ ഓൾറെഡി കഴിച്ചു. ഓക്കെ, അതിൻ്റെ വ്ളോഗ് പിന്നെ വരും. ഇൻഫാക്ട് ആയുർവേദ വ്ളോഗും തിരിച്ചു വരുന്ന വ്ളോഗും ഒക്കെ പിന്നെ ഞാൻ ചെയ്യാം, ബിക്കോസ് ലോട്ട്സ് ടു എഡിറ്റ്. ബട്ട് ദിസ് വൺ ഈസ് me trying to recreate my mother's ദോശ ആൻഡ് കോക്കനട്ട് ചട്നി. അത് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നു, ബിക്കോസ് ഇറ്റ്സ് ഇമ്പോസിബിൾ. എനിക്ക് ഒരിക്കലും മറ്റൊരാൾ ഉണ്ടാക്കുന്ന സാധനം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ എൻ്റെതായ ഒരു കുക്കിംഗ് എക്സ്പെർട്ട് ആയതുകൊണ്ട് ഐ ഡു വാട്ട് ഐ വാണ്ട്, ബട്ട് ഐ എം ഗോണ ഗിവ് ഇറ്റ് എ ഗോ. സോ എൻ്റെ അമ്മയുടെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ്, അമ്മ മേക്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചട്നീസ്. ഓക്കെ, സോ ദർ ഇസ് എ റെഡ് കളേർഡ് കോക്കനട്ട് ചട്നി. റെഡ് കളർ എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്ന് മുളക് പൊടി ഇടുന്നതായിരിക്കും. പിന്നെ ഷീ മേക്സ് ലൈക്ക് വൺ വൈറ്റ് കളേർഡ് കോക്കനട്ട് ചട്നി, ആൻഡ് ഐ തിങ്ക് അത് മുളക് പൊടിക്ക് പകരം ഗ്രീൻ ചില്ലീസ് ഇടുന്നു. ദെൻ ഷീ മേക്സ് സംതിങ് കോൾഡ് ഉള്ളി ചമ്മന്തി. ഇറ്റ്സ് മൈ ഫേവറേറ്റ്. പക്ഷെ അമ്മ എപ്പോഴും ഒന്നും ഉണ്ടാക്കി തരില്ല, ബിക്കോസ് ഐ തിങ്ക് ഈ സവാള വാട്ടാൻ കുറെ സമയം എടുക്കും. സോ വളരെ അപൂർവമായി നേരത്തെ റിക്വസ്റ്റ് കിട്ടാൻ മാത്രമേ ഉള്ളി ചമ്മന്തി കിട്ടുള്ളൂ. ബട്ട് ടുഡേ ഐ ആം ഗോയിങ് ടു ഡു ഹർ സിമ്പിൾ everyday version of the red coconut chutney. ചട്നി മാത്രമല്ല, ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവാണ്, because I am so badly craving it. And you know what, തിരിച്ച് ആയുർവേദം കഴിഞ്ഞ് വരുമ്പോൾ നല്ല കുട്ടിയായിട്ടിരിക്കാനാണ് എൻ്റെ തീരുമാനം. സോ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ്, ഡിന്നർ ലൈറ്റ്, ലഞ്ച് ഹെവി. ഹെവി എന്ന് പറയുമ്പോൾ വാട്ട് എവർ ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ്. സോ ഇന്ന് ലഞ്ചിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ ദോശ ചട്നി കോമ്പിനേഷൻ എക്സ്പെരിമെന്റ് നടത്താൻ പോകുന്നത്. അമ്മയുടെ അനുഗ്രഹമൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് ചോദിച്ച റെസിപ്പി കണ്ടുപിടിച്ചു. അപ്പം എന്തൊക്കെയാണ് അമ്മയുടെ റെസിപ്പി ഓഫ് കോക്കനട്ട് ചട്നി ഉള്ളത് എന്ന് നമുക്ക് കാണാം. ആദ്യം തന്നെ കോക്കനട്ട് ചട്നിക്ക് യു നീഡ് കോക്കനട്ട്. സോ അപ്പൊ തന്നെ ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്തതാവാം, അല്ലെ എന്നെ പോലെ വീട്ടിലെ ചേച്ചിയെ കൊണ്ട് നേരത്തെ ചിരകി ഫ്രീസറിൽ ഫ്രീസ് ചെയ്ത് വെച്ച കോക്കനട്ട് മാവാം. സോ ദിസ് ഇസ് ഡെസിക്രേറ്റഡ് കോക്കനട്ട്. ഒരു 3/4 കപ്പ് ആണ് അമ്മ പറഞ്ഞത്, ഞാൻ അത്രയൊക്കെ എടുത്തെന്ന് തോന്നുന്നു. മസ്റ്റേർഡ് സീഡ്സ് ഒരു 1/2 ടീസ്പൂൺ, 2-3 ചെറിയ ഉള്ളി, 1.5 ടീസ്പൂൺ പിരിയൻ മുളക് പൊടി. അമ്മ പറഞ്ഞു ദാറ്റ് ഇസ് കശ്മീരി ചില്ലി. ഐ എം റിയലി സോറി അബൌട്ട് ദ ബ്രോക്കൺ ബോൾസ്. പുതിയ ബോൾസ് വാങ്ങിക്കേണ്ട സമയമായി, പക്ഷേ ഐ ലവ് ഇറ്റ്. ഐ ബോട്ട് ദിസ് ഫ്രം സം അതർ കൺട്രി. എന്തായാലും കുഴപ്പമില്ല, ഇറ്റ് സ്റ്റിൽ മേക്സ് ഇറ്റ് യുണീക്ക്. അതിനുശേഷം യു നീഡ് ഡ്രൈഡ് റെഡ് ചില്ലീസ്, curry leaves and salt to taste. So these are all of our ingredients for the red coconut chutney. പിന്നെ അമ്മ പറഞ്ഞു തിളപ്പിച്ചാറിയ വെള്ളം വേണം എന്തിനോ, അപ്പം അതുകൊണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ദോശമാവ് വാങ്ങിച്ചിട്ടുണ്ട്, ബിക്കോസ് ദോശമാവ് ഉണ്ടാക്കണമെന്ന് എനിക്ക് പറ്റത്തില്ല. ഞാൻ കുറേ സാധനങ്ങൾ, ഇൻഫാക്ട് ഇതിനുള്ള മിക്ക സാധനങ്ങളും ഞാൻ ഇന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. ഇന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചതിന്റെ ലിസ്റ്റ് കുറച്ച് കൂടിപ്പോയി. ആസ് യൂഷ്വൽ എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങിക്കാൻ അറിയില്ല. സോ ഐ ബോട്ട് ടൺസ് ഓഫ് സ്റ്റഫ്. സോ യാ, ലൈഫ്. ഓക്കെ, സോ ഐ എം റെഡി ഫോർ ദിസ്. എൻ്റെ അമ്മ പറഞ്ഞത് എക്സാക്ട്ലി ഞാൻ ഫോളോ ചെയ്യുകയാണ്. സോ എൻ്റെ അമ്മ ആദ്യം പറഞ്ഞത് നമ്മൾ ആവശ്യമുള്ള തേങ്ങ എടുക്കുക, വിച്ച് ഇസ് അബൌട്ട് 1/2 കപ്പ് എന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്താൽ 1/2 കപ്പ് ആയല്ലോ. സോ ഫ്രീസറിലായതുകൊണ്ട് ഞാൻ കുറേ നേരം എടുത്ത് പുറത്ത് വെച്ചു. സോ അത് നമ്മളുടെ മിക്സീൻ്റെ കണ്ടെയ്നറിലേക്ക് ഇടുക. പിന്നെ ഷീ സെഡ് പിരിയൻ മുളക് പൊടി, വിച്ച് ഈസ് ഐ തിങ്ക് കശ്മീരി ചില്ലി, 1.5 ടീസ്പൂൺ, വിച്ച് ഐ ഗോട്ട് ഹിയർ. അതും ഇടുക. പിന്നെ എന്തോ കൂടെ ഇടാൻ പറഞ്ഞല്ലോ, ഓ ഷിറ്റ് മറന്നേ, 1 സെക്കൻഡ്. 3 സാധനം ഇടാൻ പറഞ്ഞു. തേങ്ങ, ചില്ലി പൗഡർ, ഉള്ളി, ചെറിയ ഉള്ളി. ഓ ഷിറ്റ്, ഞാനത് കട്ട് ചെയ്യട്ടെ. ഐ എം ബാക്ക്.
കട്ട് ചെയ്തു. സോ ചെറിയ ഉള്ളി 2-3 എണ്ണം ടോട്ടലി വേണം. ഇതിൽ നിന്നും ഒരു ചെറിയ 2 ഉള്ളി. ഷീ ചെറുതാണെങ്കിൽ ചെറിയ 2 എണ്ണം, വലിയ ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു വലുത്. ഷീ ബേസിക്കലി കൺഫ്യൂസ്ഡ് മീ വിത്ത് ദാറ്റ് ടോക്ക്. ചെറിയ ഉള്ളി പിന്നെ ചെറുതല്ലേ, വലുതാവോ? ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, അമ്മ പറഞ്ഞു ചെറിയ ഉള്ളിയിലെ ഏറ്റവും ചെറിയ 2 എണ്ണം എടുക്കാം, അല്ലെങ്കിൽ ചെറിയ ഉള്ളിയിലെ ഏറ്റവും വലിയ 1 എണ്ണം എടുക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ് ഐ ടേക്കൺ, എനിക്ക് തോന്നിയ 2 എണ്ണം. ഓക്കെ, അത് ഞാൻ ഇതിലേക്ക് ഇടാനാണ് മമ്മീസ് പറഞ്ഞത്. സോ പുഷ്കം ഇത്ര ഉള്ളി മതിയോ? പക്ഷെ ക്വാണ്ടിറ്റി കണ്ടിട്ട് ഉള്ളി കുറവാണെന്ന് തോന്നുന്നു. Does this look all right to you? Yeah, let's blend it. എൻ്റെ ബ്ലെൻഡർ കഴിഞ്ഞ വർഷം വർക്ക് ഉണ്ടായിരുന്നില്ല, ഇന്ന് വർക്ക് ഉണ്ടോ നോക്കാം. Okay, by the way, this is my first ever chutney. I have never made chutney in my life. So എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഖാന ദോശ ചട്നിയാണ്. പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ദോശ ചട്നിയാണ്. ആൻഡ് ഞാൻ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഐ എം ഫീലിംഗ് വെരി വെരി ഹാപ്പി, ബിക്കോസ് ഞാനിത് പഠിച്ച് സൂപ്പർ ചട്നി ഉണ്ടാക്കി എൻ്റെ അമ്മയുടെ ജോലി പോകുമല്ലോ. സോ നന്നായിട്ട് ഉണ്ടാക്കണ്ട, ഒരു മീഡിയം നന്നായിട്ട് ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ ട്രാക്ക് റെക്കോർഡ് ഭയങ്കര നല്ലതായതുകൊണ്ട് ഇറ്റ്സ് ഗോണ ബി എക്സലന്റ്. ലെറ്റ്സ് ഗോ. സോ ദിസ് ഇസ് എ ബ്ലെൻഡർ ഐ ബോട്ട് ടു മാച്ച് മൈ ഹൗസ്. അതുകൊണ്ട് തന്നെ മറ്റ് ബ്ലെൻഡേഴ്സിന് അത്രയും നന്നായിട്ടൊന്നും വർക്ക് ചെയ്യില്ല. സോ ബേസിക്കലി ഇതൊക്കെ മുകളിൽ വെച്ചിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്യാം. നമുക്ക് നോക്കാം വർക്ക് ചെയ്യുമെന്ന്. ഇങ്ങനെയായി. ഇത്രയും മതിയോ? ഇങ്ങനെയാണോ ഇരിക്കുക? കുറച്ചുകൂടെ ആക്കണോ? കുറച്ചുകൂടി തരിതരിപ്പ് പോണോ? ഐ ഡോണ്ട് നോ. ലെറ്റ്സ് ജസ്റ്റ് ഡു ഇറ്റ് വൺസ് അഗൈൻ. എനിവേ whatever it is, I'm doing better than usual, guys. Yeah, ഇത്രയൊക്കെ മതി. I don't know. I guess this is enough. Oh, smells good. Blend ചെയ്തു. It looks nice. ഇനി ഇത് സ്ക്രേപ്പ് ചെയ്തെടുക്കട്ടെ ഒരു സെക്കൻഡ്. Let me find something to do that. I'll just take a spoon, അല്ലേ? Okay, it looks like തേങ്ങ മിക്സ്. സോ ഇതിവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് അമ്മ പറഞ്ഞു ചൂട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുക, ബിക്കോസ് ഇതാണ് നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ പോണത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് ചട്നി ഉണ്ടാക്കണമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വെച്ചാൽ എല്ലാം കൂടി ഒരു പാൻ ഇട്ട് ഉണ്ടാക്കുക. ദാറ്റ് വാസ് വെരി ഈസിയർ. എനിവേ, ഡിഫറെന്റ് പീപ്പിൾ, ഡിഫറെന്റ് വേസ്. Whatever it is, this better be good because I really want to like eat nice chutney. Okay, anyway, കടായി വേണം. അയ്യോ എൻ്റെ കറിയിലേക്ക് പോയി. ഇനി ബാക്കിയുള്ള സാധനം കൂടെ പറയട്ടെ. I've got some mustard, I've got some ഈ മുളക്, കറി ലീവ്സ്, ഉള്ളി ആൻഡ് ഉപ്പ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയ ഒരു ഇൻഗ്രീഡിയന്റ് പറയാൻ മറന്നുപോയി. എണ്ണ വേണമല്ലോ ഗൈസ്, ഡോണ്ട് ഫർഗെറ്റ്. എന്നെ പോലെ യു നീഡ് കോക്കനട്ട് ഓയിൽ. പക്ഷെ അമ്മ ഡിഡ്ന്റ് ടെൽ മീ ഹൗ മച്ച് കോക്കനട്ട് ഓയിൽ. ഷിറ്റ്. ഒരു ഇത്രയൊക്കെ മതിയായിരിക്കും അല്ലേ? കുറച്ച് മതിയായിരിക്കും. Okay, we'll figure it out. So yeah. Okay. I'm so excited because okay, I don't know why, but I am. I'm so excited. No. Okay. ചൂട് വെള്ളം ഇപ്പൊ തന്നെ ഇട്ട് വെക്കാം അല്ലേ? സോ അമ്മ പറഞ്ഞു വെള്ളം ബോയിൽ ചെയ്തിട്ട് വെക്കണം, ബിക്കോസ് തിളയ്ക്കാൻ പാടില്ല എന്ന് ഇതിനകത്ത് ഇതിടുമ്പോ. Okay, because they'll try to split or something. So water the quantity up to you. Water the quantity, Amma said you decide. Sarala paranga. പക്ഷെ വെള്ളം ഇത്ര മതിയോ? എന്തൊക്കെ ചട്നി ഉണ്ടാക്കുമ്പോൾ ഇതിനെക്കാട്ടും ക്വാണ്ടിറ്റി തോന്നാറുണ്ടല്ലോ. വാട്ടറി ലുക്കിംഗ്. കുറച്ചുകൂടെ കഴിക്കണം. കഴിക്കാം. എനിക്ക് ലൂസ് ചട്നിയാണ് ഇഷ്ടം. ഓക്കെ, സോ അതിലേക്ക് സോൾട്ട് ഇടാം അല്ലേ? അതോ ചട്നിയിലേക്ക് സോൾട്ട് ഇടണോ? ഐ ഡോണ്ട് നോ. whatever it is, let's put some oil. അമ്മയുടെ അടുത്ത് ഓയിലിന്റെ ക്വാണ്ടിറ്റി ചോദിക്കായിരുന്നു. അമ്മയുടെ എത്ര ആയിപ്പോയി? മതിയായിരിക്കും അല്ലേ? ഇനി കുക്കിംഗ് തുടങ്ങാം മക്കളെ. ലെറ്റ് us start the cooking. കുക്കിംഗ് ഒന്നും ഇല്ല അതിലല്ലേ, മനസ്സിലായി. ബട്ട് ഐ തിങ്ക് ഐ കാൻറ്റ് സ്ക്രൂ ദിസ് അപ്പ്. സോ ഇപ്പം എൻ്റെ ആ ഒരു തേങ്ങ ബ്ലെൻഡഡ് മിക്സ് ഇങ്ങനെയായിരിക്കുന്നേ. ഇത് കുറച്ചുകൂടെ ബ്ലെൻഡഡ് ആവണമായിരുന്നോ? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഒരു 3 ദോശ കഴിക്കാൻ ഇത് മതിയായിരിക്കും അല്ലേ? ഇച്ചിരി വെള്ളം ഇടണോ? എനിവേ, വാട്ട് എവർ ഇറ്റ് ഈസ്, വി ആർ ഗോണ ഗോ അഹെഡ്. അമ്മ പറഞ്ഞു ഇത് ഒബ്വിയസ്ലി ചൂടാവുമ്പം പുട്ട് ഇൻ ഓൾ ദി അതർ ഇൻഗ്രീഡിയൻസ്. സോ ലുക്സ് ലൈക്ക് ദാറ്റ്സ് ഹീറ്റഡ് അപ്പ്. മസ്റ്റർഡ് സീഡ്സ് ഇടുക. പിന്നെ അമ്മ പറഞ്ഞെന്താ, മുളക് ഇടുക, ഉള്ളി ഇടുക, കറി ലീവ്സ് ഇടുക. ഇത്രയും സാധനം ഇടാൻ അമ്മ പറഞ്ഞു. എല്ലാം ഇട്ടിട്ടുണ്ട്. തീ കുറയ്ക്കണോ? തീ കുറയ്ക്കാം, ബിക്കോസ് ഞാനെപ്പോഴും അയ്യോ ഓഫായി പോയി. എന്താ ഓക്കെ,
ആൻഡ് ദെൻ ഇതൊന്ന് ഫ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാമെന്ന് അമ്മ പറഞ്ഞു. ആൻഡ് സച്ചിൻ അനുസരണയുള്ള കുട്ടി ഈ കാര്യത്തിൽ മാത്രം. ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ദിസ് എ ഫ്ലോപ്പ് ബിക്കോസ് ഇറ്റ്സ് മൈ ഫേവറേറ്റ് തിങ് ടു ഈറ്റ്, യു നോ, ആൻഡ് ഐ റിയലി വാണ്ട് ടു ഈറ്റ് ദോശ. സോ ഇതൊന്ന് നന്നായി ഫ്രൈ ആയാൽ I can add my coconut blend water. So ഇത് റെഡിയായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, but I think it's ready. So I am going to take the risk and pour this. ഇത് കണ്ടിട്ട് അമ്മയുടെ പോലെ ഒന്നും ഇല്ല കേട്ടോ. എന്താ ബോയിൽ ആവാൻ പാടില്ലെന്ന് എന്തോ പറഞ്ഞു. ഇപ്പൊ ബോയിൽ ആവുന്ന പോലെയൊക്കെ ഉണ്ടല്ലോ ചെയ്തേ. Okay. Ayo, is it boiling? I have no idea, you guys. What am I supposed to do? Stop it, stop cooking it now. അയ്യോ, ഇത് പക്ഷെ എന്തോ പ്രശ്നമുണ്ടല്ലോ എൻ്റെ ചട്നിക്ക്. എൻ്റെ അമ്മയുടെ ചട്നി ഇങ്ങനെയല്ലല്ലോ. Why does it look like this? Something's wrong. Something is seriously wrong with my chutney. എന്താ അങ്ങനെ? ഉപ്പിട്ടിട്ട് നോക്കട്ടെ. ഓക്കെ, ഉപ്പിട്ടിട്ടില്ല ഇതുവരെ. സോ ഉപ്പിട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല മക്കളെ വീണ്ടും ഭവനായി ശവമായി. മൈ ഗാഷ്, ദിസ് ഈസ് ചട്നി ഓർ വാട്ട്? അരപ്പ് കൂടിപ്പോയോ? കുറച്ചുകൂടെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യണമായിരുന്നോ? എനിക്ക് വിശക്കുന്നു. ഇനി ഉണ്ടാക്കാനൊന്നും എനിക്ക് ടൈമില്ല. സോ ബേസിക്കലി ഉപ്പിട്ടപ്പോൾ കുറച്ച് തേങ്ങാ ചമ്മന്തിയുടെ ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ അമ്മയുടെ ചട്നീൻ്റെ അടുത്തെത്തണമല്ലോ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതാണ് എൻ്റെ തേങ്ങാ ചട്നി. കോക്കനട്ട് ഉണ്ട്, റെഡ് കളറാണ്. മോസ്റ്റ് ഓഫ് ദ തിങ്സ് ലുക്ക് ലൈക്ക് ഇറ്റ്, പക്ഷേ കാണാൻ നമ്മുടെ പോലെ ഇല്ലാന്നേ ഉള്ളൂ. Something is wrong. The arap is too much, I think. Anyway, whatever it is, ladies and gentlemen, this is my coconut chutney. Mummy. Obviously, ഇത് ടേസ്റ്റ് ചെയ്യണം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചട്നിയുടെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ചട്നി അല്ല ഇത്. എന്തോ അയ്യോ, ബോയിൽ ചെയ്യുന്നു. അയ്യോ, കോക്കനട്ട് വാട്ടർ, ബോയിൽഡ് കോക്കനട്ട് വാട്ടർ. ഞാൻ കണ്ടുപിടിച്ച പുതിയ റെസിപ്പി. അയ്യോ, ഞാൻ കണ്ടുപിടിച്ച പുതിയ റെസിപ്പിയാണ് ബോയിൽഡ് കോക്കനട്ട് വാട്ടർ വിത്ത് പിരിയൻ മുളക്. ഭയങ്കര ടേസ്റ്റാണ്. Actually, I have good news. You know what it is? Oof, thank God, I just remembered. Ta-da! Sambar. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇന്നലെ വീട്ടിൽ നിന്ന് വെച്ച സാമ്പാർ. താങ്ക് ഗോഡ്. അപ്പം നമുക്കത് മൈക്രോവേവ് വെച്ച് ചൂടാക്കാം. അതായിരിക്കും നല്ല ഐഡിയ. ഫുള്ള് കഴിക്കാം, ബിക്കോസ് ചട്നി മിക്കവാറും കഴിക്കാൻ പറ്റൂല. ഫുള്ള് ചൂടാക്കണോ? അത് ഓവറല്ലേ കുറച്ച്? ദൈവം രക്ഷിച്ചു. ഐ ആം ഹാപ്പി നൗ. എൻ്റെ കോക്കനട്ട് ചട്നി ഞാൻ കഴിക്കും, പക്ഷേ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ് വീണ്ടും ഫ്ലോപ്പായി. പക്ഷേ ഐ ഗോട്ട് സാമ്പാർ. മമ്മി ടു ദ റെസ്ക്യൂ. ഇനി ദോശ ഉണ്ടാക്കാം. ഉപ്പാണ്ടാറ് ഇനി ദോശ ഉണ്ടാക്കണമല്ലോ. ഇത്രയും സാമ്പാർ വേണ്ട, ഞാൻ പകുതി സാമ്പാർ എടുക്കാം. ഓക്കെ ഓക്കെ ബൈ, ഞാൻ ദോശ ഉണ്ടാക്കട്ടെ. Check out the beautiful weather today, you guys. It's spectacular. Wow. ഒട്ടും ചൂടില്ല ഇന്ന് കിച്ചണില്. Okay. So, coconut chutney was a flop. പക്ഷേ ഞാൻ കഴിക്കും, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ കഴിക്കും, ഞാൻ വേസ്റ്റ് ചെയ്യില്ല. സാമ്പാർ അമ്മ അയച്ചതുകൊണ്ട് rescue ആയി, which means I can make dosha now happily because അമ്മയുടെ സാമ്പാർ is really nice. Also, ഞാൻ ഇന്നലെ കൊണ്ടുവന്നത് എൻ്റെ ബുദ്ധി. I'm smart because I knew I want to make. Okay, so ദോശ ഉണ്ടാക്കാൻ you need like one കല്ല്. ഇത് ദോശക്കല്ലാണെന്ന് എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. And put it on a stove and yeah, get all the stuff that you need, right? So ദോശമാവ് ഞാൻ ഓൺലൈൻ അല്ല, ഞാൻ ഓർഡർ ചെയ്തതാണ്. This is my ദോശമാവ്, but ഞാൻ in the museum. I don't have any demands. അയ്യോടെയൊക്കെ. So ഈ ദോശമാവ് ഇങ്ങനെ തന്നെ അല്ല യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, ബിക്കോസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. വെള്ളം ആഡ് ചെയ്യും, ഉപ്പും ആഡ് ചെയ്യും. സോ ലെറ്റ്സ് ടേസ്റ്റ് ദ ദോശമാവ്. ഓക്കെ, ലെറ്റ്സ് ആഡ് സം വാട്ടർ. എത്ര വെള്ളം എന്നൊന്നും ഐ ഡോണ്ട് നോ, ബട്ട് സം വാട്ടർ. അതൊന്ന് മിക്സ് ആവാൻ വേണ്ടി വെള്ളം ആഡ് ചെയ്യണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഒന്നുമില്ല. ദോശമാവ് നേരത്തെ വാങ്ങിച്ച് വെക്കാൻ പാടില്ല കേട്ടോ. ഞാൻ എപ്പോൾ ഷോപ്പ് ചെയ്താലും ഞാൻ ദോശമാവ് വാങ്ങിക്കും, പക്ഷേ അത് കറക്റ്റായിട്ട് 1-2 ദിവസത്തെ ഉണ്ടാക്കാൻ മറക്കും, അത് ചീത്തയാവും.
അതോടെ ഞാൻ ദോശമാവ് വാങ്ങിക്കുന്നത് നിർത്തി. ബിക്കോസ് വെറുതെ എന്തിനാണ് നമ്മൾ ഭക്ഷണം വാങ്ങിച്ച് കളയുന്നത്. ഈ കൺസിസ്റ്റൻസി മതിയോ ദോശമാവിനോ? ഓക്കേനോ? ഐ തിങ്ക് സോ. ഒട്ടിക്കൂടെ വേണമെങ്കിൽ ആവാൻ. I'm so upset, yeah. My coconut chutney went for a toss. Okay, this looks. ഇതിന് 3 ദോശ ഉണ്ടാവും അല്ലേ? 3 ദോശ ബാക്കപ്പ് ആട്ടോ, 2 ദോശ മതി എനിക്ക്. എനിക്ക് ഉപ്പ് വയ്ക്കാൻ പാത്രം കിട്ടിയില്ല, സോ ഐ യൂസ്ഡ് എ സ്പൂൺ. Hustle people, just hustle, it all works. Okay, ഉപ്പ് ഓക്കെ ആണോ നോക്കാം. ദോശമാവ് തന്നെ എനിക്ക് ഒരു ടേസ്റ്റിലാട്ടോ. ഇനി ഇത് ചൂടാവുമ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, സോ കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഓയിൽ ഡൺ. ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ വെള്ളം ഇങ്ങനെ തളിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്യുന്നതായിരിക്കും ഗൈസ്, ബിക്കോസ് ഐ ആം പ്രൊഫഷണൽ. ദോശ ഉണ്ടാക്കാൻ എന്ത് പ്രൊഫഷണൽ. ഐ ഹാവ് നോട്ട് മെയ്ഡ് വൺ ഡീസെന്റ് തിങ്. പിസ്സ, ഐ ഹാവ് മെയ്ഡ് പിസ്സ. ഡീസെന്റ് പിസ്സ ആണോ? അത് പറ്റും, ബിക്കോസ് ഇങ്ങനെയൊന്നും കോമ്പിനേഷൻസ് ഇങ്ങനെയൊന്നും മിക്സ് ചെയ്യണ്ട. ഓക്കെ, ചൂടായി ഐ തിങ്ക്. സോ ഓയിൽ, ഹോൾഡ് ഓൺ, ലെറ്റ് മീ മിക്സ് ദിസ്. ഐ ഹാഡ് പുട്ട് ഉപ്പ്. ഓക്കെ, കോക്കനട്ട് ഓയിൽ അപ്ലൈഡ് ഓൺ ദ പാത്രം. അയ്യോ, ഭയങ്കര ചൂടാന്ന് തോന്നുന്നു കേട്ടോ. വെള്ളം ഇപ്പോഴാണ് മുകളിലേക്ക്. ഓ ഗോഡ്, ഓക്കെ വെയിറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ഹോൾഡ് ദ ക്യാമറ ഇൻ മൈ ഹാൻഡ് ബിക്കോസ് ഐ വാണ്ട് ടു മേക്ക് എ ഗുഡ് ഫ്രിക്കൻ ദോശ മാൻ. ഓക്കെ, തട്ട് ദോശ, നോട്ട് റോസ്റ്റ്, തട്ട് ദോശ. ഇനി ഇതിന് മുകളിൽ ഓയിൽ ഒഴിക്കണം എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. വേണ്ടേ? നോട്ട് നെസസറി. And then the dosha is happening. ഇത് ദോശയല്ലേ? ഇത്രയൊക്കെ മതി. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കിട്ടുന്ന ഞാൻ വിചാരിച്ചില്ല. ഐ എം ക്വൈറ്റ് ഇംപ്രസ്ഡ്. ബട്ട് ഇറ്റ്സ് റിയലി ഹോട്ട് മൈ പാൻ. അതിപ്പോൾ എന്താ ചെയ്യാ? ചൂട് കുറയ്ക്കണോ? ചൂട് കുറയ്ക്കാം. അതുകൊണ്ടായിരിക്കും. ഓക്കെ, ചൂട് കുറച്ചു. ഇനി ഈ ദോശ ആവുമ്പം ഐ ഫ്ലിപ്പ് ഇറ്റ്. ലുക്സ് ഓക്കെ നോ? ഐ തിങ്ക് ലുക്സ് ഓക്കെ. പക്ഷേ ഈ ചില ആൾക്കാർക്ക് മൊരിഞ്ഞത് വേണം, തിന്നായിട്ടുള്ളത് വേണം എന്നൊക്കെ പറഞ്ഞ് ഡിമാൻഡായിട്ട് വരും. അവരൊന്നും എൻ്റെ ദോശ കഴിക്കണ്ട. ബിക്കോസ് എൻ്റെ ദോശ ഞാൻ കഴിച്ചാൽ മതിയല്ലോ. അതിങ്ങനെ എങ്ങനെ ഷേപ്പിലായാലും എത്ര തിക്നെസ്സിലായാലും ഡസൻറ്റ് മാറ്റർ. ഇറ്റ് ക്യാൻ നോട്ട് ബി വേഴ്സ് ദാൻ മൈ കോക്കനട്ട് ചട്നി. സോ എൻ്റെ കോക്കനട്ട് ചട്നി മോശമായതുകൊണ്ട് എൻ്റെ ദോശയും ആ സ്റ്റാൻഡേർഡിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. No high quality doshas in the Ranjini household. Okay, so this looks like matte pattiri now. Shit. Okay, whatever. Pattiri dosha all ingotale pone. Oru doshയുടെ ഭാവവും ഫീലും ഒക്കെ ഉണ്ട് കേട്ടോ. I am happy with it. Okay, so now again ചൂട് കുറയ്ക്കണം. Hold on. ചൂട് കുറച്ചു. ഓയിൽ തേച്ചു. ഇത് പിന്നെ ഫ്ലോപ്പ് ആവും എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. ബട്ട് ഞാനിപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഞാൻ ദോശ പരത്തുന്നത്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് മൈ എക്സ്പെർട്ടീസ്. അയ്യോ ഓട്ട ഗ്യാപ്പൊക്കെ. ഓക്കെ, സി ബ്യൂട്ടിഫുൾ ദോശ. Anyway, I'm going to make one more dosha, but this time I'm going to ചൂട് കുറയ്ക്കാൻ I'm going to try. വെള്ളം കൂടി പോയോ? അക്കറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരു ആഗ്രഹം വന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത. Oh shit! Oh! Okay, bad idea. Sorry, bad. Amma! ഇത്രയും കൊടുത്തിരിക്കുന്നത് ഞാൻ ശരിക്കും വിചാരിച്ചില്ല. Anyway, this is my last dosha. കുറച്ച് വലുതായിക്കോട്ടെ, ബിക്കോസ് മാവ് ബാക്കിയാവുന്നുണ്ടോ. ഇറ്റ്സ് ബെറ്റർ കേട്ടോ. ഓക്കെ, അത്രയൊക്കെ മതി. ജസ്റ്റ് മാനേജ് ടു സേവ് മൈ സെൽഫ്. കൈയൊക്കെ കുറച്ച് പൊള്ളി, സാരില്ല. ലാസ്റ്റ് ദോശ എണ്ണയൊക്കെ കുറച്ച് വിശാലമായിട്ട് ഒഴിച്ചു ഉണ്ടാക്കി ഞാൻ. ഗുഡ് ജോബ്. Already people, so എൻ്റെ ലാസ്റ്റ് ദോശ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഐ എം ഗോയിങ് ടു ഷോ യു മൈ ബ്യൂട്ടിഫുൾ ദോശ പ്ലേറ്റ്. homemade chutney, Amma's homemade sambar. Kanchette photo. Ta-da!
ഞാൻ ഉണ്ടാക്കിയ ദോശ, അമ്മ ഉണ്ടാക്കി തന്ന സാമ്പാർ, ആൻഡ് ഇന്നത്തെ ഹൈലൈറ്റ് എന്റെ കോക്കനട്ട് ചട്നി മമ്മി. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഞാൻ കഴിക്കാം. പക്ഷെ ഫുൾ കാണുമ്പോൾ ഒരു സെറ്റപ്പ് ഒക്കെ ആണല്ലേ പ്രസന്റേഷൻ ഒക്കെ. പക്ഷെ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് മൈറ്റ് നോട്ട് ബി സോ ഗ്രേറ്റ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് എൻ്റെ അമ്മയുടെ ചട്നി പോലെ ഉണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തരാം, ബട്ട് ഐ എം ഗോണ ട്രൈ ഇറ്റ് യു ഗൈസ്. ഇത് വർക്ക് ചെയ്യോ, ഇത് പണി ഞാൻ ഇതോടെ നിർത്തണോ എന്ന് നമുക്ക് നോക്കാം. ചട്നി ഈസ് എ ഡിസപ്പോയിൻമെന്റ്. I can see it. Doesn't look like chutney at all. വേറെ എന്തോ സാധനം, പക്ഷെ 25% ചട്നി. പക്ഷെ ഇങ്ങനെയല്ലേ ഉണ്ടാക്കണേ. സാമ്പാർ ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു മക്കളെ, സത്യം പറയട്ടെ. പക്ഷെ ഞാൻ കഴിക്കും. വൈ? ബിക്കോസ് ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കണേ. സോ ഞാൻ കഴിക്കും. ഇറ്റ്സ് നോട്ട് ബാഡ്, ഇറ്റ്സ് എഡിബിൾ. Just not my mother's chutney. That's another level. Anyway, ചേച്ചി പോട്ടെ. ചേച്ചിയുടെ ദോശ ഈ സാധനം കഴിയോ? Whatever it is, thanks for watching my cooking experiment. വീണ്ടും ഒരു സക്സസ്ഫുൾ റെസിപ്പി. അതിന്റെ സന്തോഷമാണ് നിങ്ങൾ എൻ്റെ ഈ മുഖത്ത് കാണുന്നത്. ചേച്ചി പോട്ടെ. ചേച്ചി പോയി ചട്നി ഉണ്ടാക്കാൻ പഠിക്കട്ടെ. ശരിക്കും what a നാണക്കേട് for മലയാളിയായിട്ടല്ലോ. Bloody fool. I'm very sad today. Usually recipes flop. I am not sad because എനിക്ക് അങ്ങനെ വലിയ താല്പര്യമുള്ള സാധനമൊന്നും അല്ല, മനസ്സിലായില്ലേ? പക്ഷെ എൻ്റെ അമ്മയുടെ ചട്നി എനിക്ക് ഭയങ്കര താല്പര്യമുള്ള സാധനമായിരുന്നു. ഞാനേ ഇതിൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് കാണിച്ചുതരാം. നിങ്ങൾ പറയൂ എന്താണ് എൻ്റെ ചട്നിയുടെ പ്രശ്നങ്ങൾ. I know it's more than one problem. Okay, so I think this is kind of done. കുറച്ചുകൂടെ മൊരിയാൻ വേണ്ടി ഞാൻ ഈ ലാസ്റ്റ് ദോശ ഈ അമ്മയുടെ ചട്ടുകത്തി കിടക്കുമ്പോൾ ഉണ്ടല്ലോ, അതിങ്ങനെ മൊരിഞ്ഞ് വരും. അപ്പൊ അതിന്റെ ശ്രമമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതവിടെ കിടക്കട്ടെ. ഓക്കെ, ക്ലോസ് ഷോട്ട് കാണിക്കട്ടെ. സോ ദിസ് ഈസ് മൈ ചട്നി. എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾ പറയൂ. എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല ഉണ്ടാക്കി തുടങ്ങിയപ്പം, പക്ഷെ അവസാനം ഫുൾ പ്രോബ്ലം. എനിക്ക് തോന്നുന്നത് അരപ്പ് ശരിയാവാത്തതുകൊണ്ടാണ്. ബട്ട് ദൂരെ നോക്കിയാൽ ചട്നി, അടുത്ത് നോക്കുമ്പോൾ വേറെ എന്തോ. എനിവേ, അപ്പൊ അത്രേ ഉള്ളൂ. ചേച്ചി പോട്ടെ. മൈ കുക്കിംഗ് എക്സ്പെരിമെന്റ്സ് ഇവിടെ തീരാണ്. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി ഞാൻ വരും. ഐ എം ബേസിക്കലി ജസ്റ്റ് ഗോയിങ് ടു ട്രൈ കുക്കിംഗ് തിങ്സ് ഐ ഹവ് നെവർ കുക്ക്ഡ് ഇൻ മൈ ലൈഫ് ഫോർ യു ഓൾ. ഒറ്റ പ്രാവശ്യം ഞാൻ കുക്ക് ചെയ്യത്തുള്ളൂ, അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. സോ എന്തായാലും ചട്നി ഫ്ലോപ്പ്. അടുത്ത നല്ല സാധനം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ വേണമെങ്കിൽ ചെയ്തോ. എനിക്ക് മനസ്സിലാവും. ഐ അണ്ടർസ്റ്റാൻഡ് ഇഫ് യു ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ് ഓൾസോ. എസ്പെഷ്യലി എൻ്റെ കുക്കിംഗ് എക്സ്പെരിമെൻസ് കണ്ടതിന് ശേഷം നിങ്ങൾ പറയും നിങ്ങൾ എൻ്റെ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ് ഫ്ലോപ്പ് കാണാനാണ് കാണുന്നതെന്ന്. പക്ഷെ ഐ നോ ദാറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. ഐ നോ യു ബിലീവ് ഇൻ മീ. യു ബിലീവ് ദറ്റ് ഐ കൻ ഡു എ ഗുഡ് റെസിപ്പി. സോ വൺ ഡേ ഐ വിൽ ബി ഓക്കെ. എന്നിട്ട് ഞാൻ നന്നായി കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വന്ന് പറയരുത് ഫ്ലോപ്പായിട്ട് കുക്ക് ചെയ്യാൻ. അങ്ങനെ പറയരുത്. ഡോണ്ട് ഡിസ്കറേജ് മീ, എൻകറേജ് മീ. ഇറ്റ്സ് നോട്ട് ഹൊറബിൾ. ഇറ്റ്സ് നോട്ട് ഹൊറബിൾ, ബട്ട് ഇറ്റ്സ് നോട്ട് ഗുഡ് ഓൾസോ. പക്ഷെ കഴിക്കാം, എഡിബിൾ. അത് മതിയല്ലോ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. Okay, I think that is done. Of that, I'm also done. So I'm going to switch you guys off and go eat peacefully. And what am I going to watch? Survivor. Buddy, why? Because he knows it's time. It's time for things to careerify or flop recipes. Oh well, that's careerify. Okay, bye. So ഇന്ന് ഞാൻ ലഞ്ച് കഴിക്കുന്നത് ഈ മനോഹരമായ വ്യൂവിലാണ്. So let me go enjoy it. Bye you guys.